കാണാൻ ഓടി. ആ പ്രാന്തനത്തിന്റെ കൂടാരത്തില് 3-4 വട്ടം തിരക്കി. അച്ഛനുമില്ല, ചേട്ടനുമില്ല. പരിഭവിക്കാതിന്റെ ജൂലി, ഞാൻ എങ്ങനെ ഇവിടെ കാണാനാ? കാലത്തെ ചെപ്പും പന്തുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും. കണ്ണി കണ്ട പക്ഷികളെല്ലാം ആ കുന്ത്രാണ്ടം വെച്ച് നോക്കും, എഴുതും. ഈ മലയും കാടും കാട്ടാറും ഒക്കെ കണ്ട് മടുത്തു. നാട്ടിലുള്ള മനുഷ്യരെ കാണാൻ എന്ത് കൊതിയാണെന്നോ. അതുകൊണ്ടല്ലേ ജൂലിയെ കാണുമ്പം എനിക്ക് വേണ്ട വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, കല്യാണക്കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന കാലത്ത് കെട്ടിക്കൊള്ളാമെന്ന്. ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞാണ് കുശിനിപ്പണി കളഞ്ഞ് അച്ഛൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല, കുശിനിയുടെ കൂടെ കുശുമ്പുമായി. ഞാനൊരു കാര്യം പറയാനാ ഓടി വന്നത്. ഞാനിന്ന് വൈകുന്നേരം ഒരു പുതിയ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. വലിയ കമ്പനിയാ, എക്സ്പോർട്ടിംഗ് കമ്പനി. 1500 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താമസിക്കാൻ ഒരു വീടും. വളരെ വളരെ നല്ലത്. എനിക്കും ഒരു രക്ഷയായി. ആ പ്രാന്തൻ അച്ഛന് ലോഹ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പള്ളിയിലും പോവാറില്ല, പിന്നെ പ്രാർത്ഥിക്കാറുമില്ല. എന്നിട്ടാണ് ഈ പിശാചിനൊക്കെ പിടിക്കാൻ നടക്കുന്നത്. മിക്കവാറും പിശാജ് എന്നെ പിടിക്കും. പക്ഷെ ഞാനും ഒരു അച്ഛനെ പിശാജ് ഒന്ന് പിടിച്ചോട്ടെ, ആ സെക്കൻഡ് ഞാൻ താമസം നിന്റെ കൂടെയാണ്. കുശിനിയായിട്ടും ബാക്കി സമയം നിന്റെ ഭർത്താവായിട്ടും. സിസ്റ്റർ, ഏതോ മനോഹരിയ വന്നു അമാവാസി രാത്രി, ഹൃദയത്തിൻ താളങ്ങൾ മാറുന്നു താനേ, അല്ലിൽ എന്തെന്തോ തെളിയുമ്പോ. മനോഹരിയ വന്നു അമാവാസി രാത്രി, ഹൃദയത്തിൻ താളങ്ങൾ മാറുന്നു താനേ, അല്ലിൽ എന്തെന്തോ തെളിയുമ്പോ. എന്തോ കരിഞ്ഞു നാറുന്നു. വേറല്ല, വയറ്. മണി 2:30 കഴിഞ്ഞു. വല്ലതും കഴിച്ചിട്ടാകാം ഗവേഷണമൊക്കെ. അച്ചോ, ആച്ചോ, ഷട്ടപ്പ്. ആ പക്ഷിയെ ഞാൻ കണ്ടെത്തി. ലൂസ് ഞാനല്ല, എന്റെ പേര് ലൂയിസ് 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 ലൂസിഫർ. ഞാൻ ആ പക്ഷിയെ കണ്ടെത്തി. ഇതാ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ നിറമുള്ള പക്ഷി, വാമ്പയർ, രക്തരക്ഷസ്, ചോര കുടിക്കുന്ന പക്ഷി. രാത്രിയാകുമ്പോൾ ഈ പക്ഷി കണ്ണു തുറക്കും. കണ്ണിൽപ്പെടുന്ന മൃഗങ്ങളുടെ മേൽ പറന്നു വീഴും, ചോര കുടിക്കും, മനുഷ്യനെ ആക്രമിക്കും. ഇറച്ചിയും തിന്നുമായിരിക്കും. അത്യാവശ്യം 100 മില്ലി ചാരായോ. അച്ചോ, ആളുകളെ കൊണ്ട് അധികം ചിരിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആളുകൾ പ്രാന്തനച്ചൻ എന്നാ പറയുന്നത്. അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് വിശക്കുന്നു. ലൂയിസ്, ഇതാ നോക്കൂ. എനിക്ക് മനസ്സില്ല. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വൈദികനല്ലേ, എന്നെ ധിക്കരിക്കരുത്. ഇതാ നോക്കൂ ലൂയിസ്, നോക്കൂ ലൂയിസ്, നോക്കൂ നോക്കൂ നോക്കൂ. അല്ലേ, വേണ്ട. അതാ നോക്കൂ. എന്ത് എന്ത് കാണുന്നു? മരം, പിന്നെ മലകൾ, പിന്നെ കള്ളി.
ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലൂയിസ് ശരിയായ ഉത്തരം പറഞ്ഞുകൊള്ളണം. അക്കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ കൃത്യമായിട്ട് എഴുതിക്കോണം. പക്ഷിയുടെ ശരിയായ നിറം? ഇപ്പൊ കാണുന്ന നിറം തൂവെള്ള സാരിയുടെ നിറമാണ്. വാട്ട്? സാരിയോ? ഓ മൈ ഗോഡ്, നീ ഒരു കവിയായി ജനിക്കേണ്ടവനായിരുന്നു. പക്ഷിയുടെ ചിറകിനെ നീ ഒരു സാരിയായി ഉൽപ്രേക്ഷിച്ചിരിക്കുന്നു. ചെറുപ്പത്തിലേ എന്നിൽ കവിത്വം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ ഇത്തരം കാഴ്ചകൾ കാണുമ്പോ എന്റെ കവി ഹൃദയം പ്രേക്ഷിച്ച് നോക്കൂ, നോക്കി പറയൂ, മാറിൽ തൂലുള്ള ഇനമാണെന്ന് നോക്കൂ. ഇപ്പൊ പറയാൻ പറ്റില്ലച്ചോ, കണ്ടിട്ട് ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു. വാട്ട്? എങ്കിൽ വൾച്ചർ പക്ഷിയായിരിക്കും. വൾച്ചർ പക്ഷി? കഴുകൻ, ശവന്തിനി, സ്കാവഞ്ചേഴ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ തോട്ടി, രക്തരക്ഷസ്. ചുണ്ട് രക്തനിറമാണോ അതോ രക്തം പുരണ്ടതാണോ നോക്കൂ. നോക്കാം. അയ്യോ, ശരിക്ക് കാണുന്നതിന് മുമ്പ് പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞു. പക്ഷി പുറംതിരിഞ്ഞു കളഞ്ഞോ? എങ്കിൽ വാലിന്റെ അകത്ത് പുള്ളിയുണ്ടോ നോക്കൂ. പുള്ളിയുണ്ട്. സ്വർണ്ണ പക്ഷി, പഞ്ചവർണ്ണ കിളി, പഞ്ചാര പാൽപായസ കിളി. പുറംതിരിഞ്ഞു എന്ന് ഓരോ തൂവലുകളായി. അതായത് അതെ വാലിലെ തൂവലുകൾ. അതെ വാലിലെ തൂവലുകൾ ഓരോന്നായി പൊഴിക്കുന്നു. പൊങ്ങുന്നു, നീന്തി തുടിക്കുന്നു. എന്നിലെ കവി സടകുടഞ്ഞ് എഴുന്നേക്കുന്ന അച്ചോ. വണ്ടർഫുൾ ഇൻഫർമേഷൻ. അതെ. പല സമയത്ത് വെള്ളത്തിൽ പറന്നു വീണ് നീന്തി തുടിക്കുന്ന കഴുകൻ. അവൾ ഒളിമ്പിക് സ്റ്റൈലിൽ നീന്തുന്നു. അവളോ? Is it true? It is true. വാമ്പയർ പക്ഷി വെള്ളത്തിൽ പറന്നു വീണ് നീന്തിയപ്പോൾ മനുഷ്യ സ്ത്രീയായി മാറി. ജീസസ്, അധികം തരൂ ലൂയിസേ. ഇപ്പൊ വേണ്ടച്ചോ, ഞാൻ ഒന്നും കൂടി കാണട്ടെ. വേണ്ടച്ചോ, അധികം തരൂ ലൂയിസ്. രക്തരക്ഷസുകളെ പറ്റിയുള്ള എന്റെ ഗവേഷണം ഇതാ വിജയിച്ചിരിക്കുന്നു. അത്ഭുതകരമായ വിജയം, ഈ ലോകത്തിന്റെ വിജയം. ലൂയിസ്, ലൂയിസ്, എന്റെ കർത്താവേ. അയ്യോ, എന്റെ ജൂലി, അത് നീ ആയിരുന്നോ അവിടെ കുളിച്ചോണ്ടിരുന്ന? കൊച്ചു കള്ളൻ ഒളിഞ്ഞു നോക്കിയായിരുന്നല്ലേ? അയ്യോ എന്റെ പൊന്നു ജൂലി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ജൂലിയാണെന്ന്. അതെങ്ങനെ? ജൂലി പട്ടണത്തിലല്ലേ, കാട്ടിലെത്തിരി വരണം. ഇനി കാറ്റ് വന്ന് എന്നെ കാണാതെ പോവില്ലല്ലോ. ഇനി ജൂലി കുളിക്കുമോ? ചിലപ്പോ കുളിക്കുമായിരിക്കും. ആണോ അല്ലയോ എന്നൊരു സംശയം. അത് തീർക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛൻ കിടന്ന് അലറുക, പ്രാന്തന. ഞാൻ ഊരിയതാ. നീ ഇപ്പൊ പൊക്കോ, നമുക്ക് പിന്നെ കാണാം. വരുന്നു ഒരു മുടിഞ്ഞ